പിമാർ മത്സരിച്ചാൽ നിങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തും? നമ്മൾ എങ്ങനെ അതിനെ വിലയിരുത്തും? ജനങ്ങൾ എന്താണ് പറയുന്നത്? ഈ എം പിമാർ അവരൊന്നുപോയി ആ എം പിക്ക് വോട്ട് ചെയ്തു, പിന്നീട് അവർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു, അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും എം പി ആയിട്ട് മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയം ഏത് തരത്തിലാണ് അവർ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് ആകാശ് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോടുള്ള ആളുകളാണ് അതിൽ മറുപടി പറയുന്നത്. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ മുഖ്യ ചർച്ചാ വിഷയം. അതിൽ തന്നെ നിലവിലെ എം പിമാർ ഇത്തവണ നിയമസഭാ സീറ്റുകൾക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങുമോ എന്നത് പൊതുജനങ്ങളിൽ നിന്ന് ചോദിച്ചറിയാം. എം പിമാർ എന്തിനാണ് മത്സരിക്കുന്നത്? പിന്നെ ഒരാടെ പിന്നെയും നടത്തേണ്ട ഒരു ഇലക്ഷൻ കൂടി, അതെല്ലാം ചെലവാണ്. പുതിയ ആൾക്കാർ വരട്ടെ. തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് പിന്നെയും മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രചരണം എന്ന രീതിയിലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ജനങ്ങൾ തിരിച്ചറിയണം. അധികാരമോഹമായിട്ട് വരുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗജരാമെന്നാണ് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പൈസ എടുത്തിട്ടാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് നമുക്ക് ജനങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. കോൺഗ്രസ് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പം അവർ തന്നെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കട്ടെ, പുതിയ യുവാക്കൾക്ക് അവസരം കൊടുക്കട്ടെ. അല്ലാതെ പഴയ എം പിമാർ വെച്ചിട്ട് പിന്നെയും മത്സരിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഖജനാവെന്ന് എടുത്തിട്ടാണല്ലോ ഇതാക്കുന്നത്. ഇതൊരു പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന പണങ്ങളും ഇതൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി തന്നെ എടുത്തോ, നമ്മൾ ഈ പെൻഷൻ കൂട്ടുകയാണ്, അങ്ങനെ ഓരോന്നായി ശരിയാക്കി വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വേണ്ടാത്ത കുറേ ചിലവുകൾ ഉണ്ടാക്കിയിട്ടും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങോട്ടേക്ക് എങ്ങനെ പോവുക. എം പിമാരെ കൊണ്ട് വീണ്ടും മത്സരിപ്പിച്ചിട്ട് നമുക്ക് അതിനൊരു ഇത് നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോൾ സൊസൈറ്റിയിലൊരു ജനാധിപത്യ രാജ്യമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ആളുകൾ വരട്ടെ. നല്ലൊരു ചിലവ് തന്നെ അവിടെ വരുന്നുണ്ട്. പുതിയൊരു ബൈ ഇലക്ഷൻ നടക്കണം. അതുപോലെ തന്നെ അവർക്ക് തന്നൊരു ഉത്തരവാദിത്തമാണ്. എം പി എന്ന് പറയുന്ന പദവി ജനങ്ങളെല്ലാവരും കൂടി കൊടുത്തൊരു ഉത്തരവാദിത്തമാണ്. അതിങ്ങനെ പരിധിക്കൽ വെച്ചിട്ട് മറ്റൊരു ബൈ ഇലക്ഷൻ ചെയ്തിങ്ങനെ പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ എന്തായാലും ചിലവ് കൂടും. ചിലവ് മുകളിൽ കടത്തിലേക്ക് വരും. നിലവിലെ എം പിമാർ രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കേണ്ട എന്നാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ്, ന്യൂസ് മലയാളം.